അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യക്കകത്ത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നോക്കാം. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO ഈസ് ദ ഒഫീഷ്യൽ ഏജൻസി ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്ന സർക്കാരിൻ്റെ ഏജൻസിയാണ് ആരുടെ? ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ CSO എന്ന് പറയുന്ന സംഘടന. അവരാണ് എന്ത് ചെയ്യുന്നത്? ശാസ്ത്രീയപരമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് മെത്തേഡ് വഴി കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് വഴി കാൽക്കുലേറ്റ് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ കാൽക്കുലേറ്റ്. അവർക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് അവലംബിച്ച് അവർ എന്ത് ചെയ്യും? എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. സംഘടനയുടെ പേരാണ് CSO അല്ലെങ്കിൽ ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്ന സംഘടന. ദ എസ്റ്റിമേഷൻ ഈസ് ഡൺ ഫോർ ഐഡൻറ്റിഫൈയിങ് അല്ലെങ്കിൽ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് എന്നാണ്. ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന എന്തിനാണ്? സർക്കാരിന് പദ്ധതികൾ പ്ലാൻ ചെയ്യാനും അവിടുത്തെ ഡെവലപ്മെൻറ്റ് വികസന പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഏർപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എന്താണ് പ്ലാനിങ് എന്ന് വെച്ചാൽ? നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന സംഘടനയാണ് അല്ലെങ്കിൽ ആദ്യം ഏജൻസിയാണ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന സംഘടന. എന്താണ് ഏജൻസി? അപ്പോൾ അവരെന്താണ് പ്രത്യേകിച്ച് എന്താണ്? അവർ ഇപ്പം ഓരോ മേഖലയിലും എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഏറ്റവും ആൾക്കാർ ആശ്രയിക്കുന്നത് കാർഷികം അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു വർഷം അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്തുകൊണ്ട് പ്രൈമറി സെക്ടറിൽ നിന്ന് ഉൽപ്പാദനം കുറഞ്ഞു നമ്മൾ എന്തിവിടെ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഉൽപ്പാദനം കുറയേണ്ട കാരണം എന്താണ്? ഇപ്പോൾ ചില പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചായിരിക്കും വിളകൾ നശിച്ചു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നെൽകൃഷി എന്നുള്ള വരുമാനം എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പോൾ നമുക്കെന്ന് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്തോ കാര്യമായ കർഷകർക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് ഉൽപ്പാദന ശേഷി കൂടിയ വിത്തനങ്ങൾ ആർക്ക് കൊടുക്കും? കർഷകർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? പുതിയ പദ്ധതികളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ പ്ലാൻ ചെയ്യും. എന്ത് ചെയ്യും? അടുത്ത വർഷം എന്ത് ചെയ്യുമ്പോൾ അടുത്ത വർഷം നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കുറയാൻ പാടില്ല? ആ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് എന്തുകൊണ്ട് കുറയാൻ പാടില്ല? വരുമാനം കുറയാനായിട്ട് പാടില്ല. അപ്പം ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ എസ്റ്റിമേഷൻ ഡൺ ചെയ്യുന്ന എന്തിനാണ്ട്? പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെൻറ്. സർക്കാരിൻ്റെ പുതിയ ആസൂത്രണ മേഖല അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് ലാസ്റ്റ് മാറി എന്തായിട്ടുണ്ട്? നമ്മുടെ നീതി ആയോഗ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പേര് മാറിയിട്ട് ഇപ്പോഴും പദ്ധതികൾ എന്താണ്? പുതിയ മേഖലകൾ. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിന് പ്രാധാന്യം കൊടുക്കണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് പ്രാധാന്യം കൊടുക്കണോ, ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം, അങ്ങനെ ഓരോ മേഖലകളിലും നിങ്ങൾ ബഡ്ജറ്റ് പ്രഖ്യാപിക്കില്ലേ? ധനമന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പം ഈ മേഖലയ്ക്ക് ടൂറിസം മേഖലയ്ക്ക് ഇത്ര കോടി രൂപ, ട്രാൻസ്പോർട്ടേഷൻ ഇത്ര കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് ഓരോ മേഖലകൾക്കും വേണ്ട എന്ത് ചെയ്യും? പൈസ എന്ത് ഇവിടെ മാറ്റി എന്ത് ചെയ്യും വയ്ക്കും. അപ്പം ദ എസ്റ്റിമേഷൻ ഈസ് ഡൺ ഫോർ ദ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ ഓരോ മേഖലകളിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ നാച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ടൈപ്പ് ഓഫ് ദ സെക്ടർ. ഓരോ ആൾക്കാരും ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, അവരേർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എന്താണ് വികസനം കൊണ്ടുവരാനൊക്കെ നമുക്ക് നാഷണൽ ഇൻകത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ പറ്റും. ഇൻ ഇന്ത്യ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റ് ഓൺ ദ ബേസ് ഓഫ് നമ്മൾ മോളിൽ അതൊക്കെ ഇൻകം മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഇന്ത്യക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് വായിക്കണം, പോയിന്റ് ശ്രദ്ധിച്ചിരിക്കണേ. ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യക്കകത്ത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? The Central Statistical Office CSO is the official agency that estimates the national income of India. The estimation is done mainly for the purpose of എന്തിനാണ് ഞാൻ പറഞ്ഞത്? പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. അടുത്ത ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചർ ഓഫ് ദ എംപ്ലോയ്മെന്റ് സെക്ടേഴ്സ്. ആൾക്കാരുടെ തൊഴിൽ ഇടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും പിന്നെ അടുത്ത ആൻഡ് ദ ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദ പീപ്പിൾ ആർ എൻഗേജ് ഇൻ. ആ ആൾക്കാർ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻ ഇന്ത്യ വി മേക്ക് യൂസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്സ് ടു എസ്റ്റിമേറ്റ് ദ നാഷണൽ ഇൻകം. നമ്മൾ ഇന്ത്യക്കകത്ത് ഒന്നുകിൽ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഈ 3 മേഖലകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ രീതി അവലംബിച്ച് നമ്മൾ എന്ത് കണക്കാക്കും? ദേശീയ വരുമാനം കണക്കാക്കും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദ അസസ്മെന്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് എ ടഫ് ജോബ് ദാറ്റ് ഈസ് ചലഞ്ച്ഡ് ബൈ പ്രാക്ടിക്കൽ ആൻഡ് ഐഡിയേഷണൽ ഇഷ്യൂസ് എന്നാണ്. ഒരുപാട് പ്രായോഗികവും ആശയപരവുമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാഷണൽ ഇൻകം നേരിടുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുകയാണ് ലാക്ക് ഓഫ്
റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ബൈ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ഥിതിവിവര കണക്കിൻ്റെ ലഭ്യതക്കുറവ്. അപ്പം ഞാൻ പറഞ്ഞത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CSO ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ത് ചെയ്യുന്നവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് CSOയ്ക്ക് അകത്ത് ഡാറ്റ കിട്ടുമ്പോൾ ആ ഡാറ്റയ്ക്ക് എന്ത് കാണില്ല, ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, കറക്റ്റ് എന്ത് കിട്ടില്ല, സ്ഥിതിവിവര കണക്ക് എന്ത് ചെയ്യില്ല, ലഭ്യമാകില്ല. അതൊരു പ്രോബ്ലമാണ്. എന്ത്, ബൈ കാൽക്കുലേറ്റിംഗ് ദ ഡിഫിക്കൽട്ടീസ് ഇൻ നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. രണ്ടാമത്തെ പോയിന്റ്, ചാൻസ് ഓഫ് ഡബിൾ കൗണ്ടിങ്. എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്കൊരു തുണിയുടെ ഫാക്ടറി ഉണ്ട്. ആ തുണി ഫാക്ടറിക്കകത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടത്, കോട്ടൺ പഞ്ഞി വാങ്ങുന്നു, പഞ്ഞി വാങ്ങി നൂലാക്കി മാറ്റുന്നു, ആ നൂലിനെ എന്താക്കി മാറ്റുന്നു, തുണിയാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും, ബട്ടൺസ് ഒക്കെ വെച്ച് ഷർട്ടാക്കി മാറ്റുന്നു. അപ്പം ഞാൻ ആ സാധനം വാങ്ങുമ്പോൾ സമയത്ത് പൈസ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്, ചിലവായിട്ട് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാമത് വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൂടി ഇതിനകത്ത് എന്ത് ചെയ്യാടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 തവണ എന്ത് ചെയ്യും, പൈസയ്ക്ക് ഒന്നുണ്ടാവും. ആ ആദ്യം പ്രൊഡക്ഷൻ സമയത്ത് ആഡ് ചെയ്ത പൈസ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും എന്തെങ്കിലും സമയത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പൈസ വീണ്ടും ആഡ് ചെയ്യുന്നു. വിളിക്കുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ്. 2 തവണ, മോർ ദാൻ വൺസ് എന്ത് ചെയ്യുക, പൈസ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മാറും, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പ്രോബ്ലമായിട്ട് മാറും. തേർഡ്, ദ സർവീസസ് ഓഫ് ഹൗസ് വൈഫ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. എന്താണ്, ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് എവിടെ ഗാർഹിക എന്താണ്, വീട്ടിൽ പണിയെടുക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ വരുമാനം എന്തിൽ കൂട്ടില്ല, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യൂല, കൂട്ടൂല. അപ്പോൾ അത് കൂട്ടുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ദേശീയ വരുമാനം കൂടാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറവുണ്ടാവാം. അതും ഒരു എന്താണ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ. അടുത്ത പോയിന്റ്, ദ പ്രൊഡക്ഷൻ ഓഫ് സെൽഫ് കൺസപ്ഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. എന്നാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് വാട്ട് ഈസ് സെൽഫ് കൺസപ്ഷൻ എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് നമ്മുടെ ഉപഭോഗത്തിന് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് സെൽഫ് കൺസപ്ഷൻ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടം, എന്താണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പച്ചക്കറിത്തോട്ടം എന്ന് പറയുന്നത്. അത് എന്തിനകത്ത് കൂട്ടില്ല, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ കണക്ക് എന്തിനകത്ത് കൂട്ടൂല, ദേശീയ വരുമാനത്തിനകത്ത് കൂട്ടൂല. അതും ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ് ഡിഫിക്കൽട്ടിയാണ്. അടുത്ത പോയിന്റ്, ഇഗ്നോറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് പീപ്പിൾ. എന്നാണ് ആൾക്കാരുടെ അവഗണനയും എന്താണ് സാക്ഷരതാക്കുറവും. ഇപ്പം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് കണക്ക് കൊടുക്കണമെന്ന് എന്തില്ല, ഇല്ല. ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, അതിൽ പങ്കെടുക്കാൻ പോലും എന്ത് ചെയ്യില്ല, തയ്യാറാവില്ല. ഇതൊന്നിന് കാരണമായിട്ട് മാറും, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അടുത്ത, ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഇൻ അസസിങ് ദ സർവീസ് സെക്ടർ. എന്നാണ് സേവന മേഖലയിൽ ഉണ്ടാകുന്ന വരുമാനത്തെ പറ്റി ഐഡന്റിഫൈ ഉണ്ടാവാൻ പറ്റൂല. എന്താണ് കാര്യം, സർവീസ് സെക്ടർ എന്ന് വെച്ചാൽ സേവന മേഖല. എന്താണ് സേവനം, ഇപ്പോൾ ഹോസ്പിറ്റൽ, നമുക്ക് എന്താണ് സർക്കാർ ഡോക്ടർമാർ നമ്മളെ സേവിക്കുമ്പോൾ അവർക്കൊരു വരുമാനം കിട്ടും. അല്ലെങ്കിൽ ടൂറിസം മേഖല, അവർക്ക് ആ പല പല മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യൂടെ, എന്തെങ്കിലും അപ്ലൈ ചെയ്യാനൊക്കെ പോകും. അപ്പം അവർ നമ്മളെ എന്ത് ചെയ്യണം, സേവനം തരികയാണ്. അപ്പോൾ ആ സേവനത്തിനൊക്കെ ഒരു വരുമാനം അവർക്ക് എന്ത് ചെയ്യും, കിട്ടും. ആ സേവനങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സേവനങ്ങളുടെ കൃത്യമായ കണക്ക് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ രേഖപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ പ്രോബ്ലമാണ്. ലാസ്റ്റ് പ്രശ്നം, കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. എല്ലാ എന്താണ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളും ഈ ചെലവ് കണക്കുകൾ എന്ത് ചെയ്യില്ല, സൂക്ഷിച്ച് വെക്കൂല. അപ്പോൾ സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റും, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ല ഉപയോഗപ്രദമായിട്ട് മാറുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ചെലവുകളുടെയും വരവുകളുടെയും കണക്ക് എന്ത് ചെയ്യില്ല, എന്താണ് കൂട്ടി വെക്കണമെന്ന് ഇല്ല. ഇതാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഞാൻ ടെക്സ്റ്റിലെ പോയിന്റ് ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വായിക്കും. ടെക്സ്റ്റിൽ എല്ലാ പോയിന്റ് ടിക്കറ്റ് എന്ത് ചെയ്യണം, പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ്സ് ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. എന്നാണ് വിശ്വാസയോഗ്യമായ എന്താ പറയുക സ്ഥിതിവിവര കണക്കുകളുടെ ലഭ്യത എന്തിന് പ്രശ്നമായിട്ട് മാറും, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പ്രോബ്ലമായിട്ട് മാറും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, there is a chance of calculating the money value of goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില എന്തിനും മോർ ദാൻ വൺസ് വൈൽ ദേ പാസ് ത്രൂ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. എന്നാണ് ഓരോ ഉൽപ്പാദനത്തിന് വിവിധ മേഖലകളിലൂടെ പോകുന്ന സമയത്ത് ഒരേ വസ്തുവിൻ്റെ വില തന്നെ 2 തവണ കണക്കാക്കേണ്ടതായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഉണ്ടായിരിക്കാം. അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. പരീക്ഷ ചിലപ്പോൾ എന്ത് ചെയ്യാം, വാട്ട് ഈസ് ഡബിൾ കൗണ്ടിങ് എന്ത് ചെയ്യാം, ചോദിക്കാം. എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ത് പറയാം, നമ്മൾ പ്രൊഡക്ഷൻ സമയത്ത് എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ്. തേർഡ് പോയിന്റ്, സർവീസസ് ഓഫ് ഹൗസ് വൈഫ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. എന്നാണ് ഗാർഹിക ജോലി, വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ എന്താണ് സേവനമെന്ന് നമ്മൾ എന്തിൽ കൂട്ടിയുള്ള ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, കൂട്ടുന്നില്ല. അടുത്ത 4ാമത്തെ പോയിന്റ്, ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ്
കൺസപ്ഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. എന്താണ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സാധനങ്ങളുടെ സ്വന്തം ഉപഭോഗത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തെങ്കിലും കൂട്ടൂല, ദേശീയ വരുമാനത്തിന് കൂട്ടില്ല. ഉദാഹരണം എന്താണ്? എക്സാമ്പിൾ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം, വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി തോട്ടം എന്തിന് എക്സാമ്പിളാണ്? സെൽഫ് കൺസപ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന് എക്സാമ്പിളാണ്. അടുത്തത്, ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലം ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. എന്നാണ് ആൾക്കാരുടെ നിരക്ഷരതയും അതുപോലെ തന്നെ അറിവില്ലായ്മയും എന്തിന് കാരണമായിട്ട് മാറും? ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് മാറും. അടുത്ത, the practical difficulty in assessing the money value of a service impede the correct estimation of national. എന്നാണ് ഏത് മേഖലകളുടെ? സേവന മേഖലകളുടെ പണമൂല്യം നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടതിന് കാരണമായിട്ട് മാറും. ദേശീയ വരുമാനത്തിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കണക്കാക്കുന്നതിൽ. അടുത്ത, കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ. എന്നാണ് ഈ ഉപഭോക്താക്കൾക്ക് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കൃത്യമായിട്ട് കണക്ക് എന്ത് ചെയ്യുള്ളൂ, രേഖപ്പെടുത്തി എന്ത് ചെയ്യുള്ളൂ, സൂക്ഷിക്കുള്ളൂ. ഇത്രയും പറഞ്ഞ പോയിന്റ്. എത്ര പോയിന്റ് ഉണ്ടായി? മൊത്തം 3, 5, 7 പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി എന്ത് ചെയ്യണം, പഠിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇന്ത്യക്ക് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അടുത്ത നമ്മൾ പറയാനായിട്ട് പോകുന്നത് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഓരോ സെക്ടർ ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 മെത്തേഡ്: പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ ഓരോ മെത്തേഡിനകത്തും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മേഖലയുടെയും ഡിഫറൻറ്റ് കോൺട്രിബ്യൂഷൻ അറിയാനായിട്ട് പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും 3 സെക്ടർ: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. ഈ 3 മേഖലകളെയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വഴി കിട്ടും? പ്രോഡക്റ്റ് മെത്തേഡ് വഴി നാഷണൽ ഇൻകം എന്തിലൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈമറി സെക്ടർ ആയിക്കോട്ടെ, സെക്കൻഡറി സെക്ടർ ആയിക്കോട്ടെ, ടെർഷറി സെക്ടർ ആയിക്കോട്ടെ. ഇനി ഓരോ സെക്ടറിലെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്? പ്രൈമറിന്ന് എത്ര, സെക്കൻഡറിന്ന് എത്ര, ടെർഷറിന്ന് എത്ര, നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഓരോ വർഷത്തിലെയും കണക്കാക്കുന്ന എത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ടേബിൾ നോക്കിക്കോണേ. ഞാൻ വായിക്കുകയാണ്. ദ സം ഓഫ് ഇൻകം റിസീവ്ഡ് ഫ്രം പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഈ 3 മേഖലകളെ അടിസ്ഥാനമാക്കിയാണ്. ആ പ്രൈമറി സെക്ടർ എന്നാണ് നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ വിളിക്കുന്നവരാണ് പ്രൈമറി സെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പം ആ പ്രൈമറി സെക്ടർ 2011 മുതൽ 12 ഒരു വർഷ കാലയളവിൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 100% എത്രയാണ്, സെക്കൻഡറിയുടെ എത്രയാണ്, ടെർഷറിയുടെ എത്രയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. നോക്കാം. The table below provides information about the share of these sectors to the gross domestic product of India. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ GDP എന്താണെന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ വായിച്ച് നോക്കണം GDP എന്താണെന്നൊക്കെ. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പെർസെൻറ്റേജിനകത്ത് ഇന്ത്യയുടെ ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് എന്ത് ചെയ്യുന്നത് താഴത്തെ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കാം സെക്ടർ. ഏതൊക്കെ സെക്ടർ? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈമറി സെക്ടർ. സെക്കൻഡറിയൽ സെക്ടർ അല്ലെങ്കിൽ എന്ത് വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ. ലാസ്റ്റിനെ വിളിക്കുന്ന ടെർഷറി അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല. അപ്പോൾ പ്രധാനപ്പെട്ട സെക്ടർ ഏതൊക്കെയുണ്ട്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, അടുത്ത ലാസ്റ്റ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടർ. നോക്കാം. ഫസ്റ്റ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിന് 2011-12 വർഷത്തിൽ എത്ര? 100-ൽ 17.9% ഇന്ത്യയുടെ GDPക്കകത്തുണ്ടായിരുന്ന സംഭാവന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ. ഇൻഡസ്ട്രിയിലായിരുന്നെങ്കിലോ 100-ൽ 27.2. സർവീസ് സെക്ടർ ആയിരുന്നെങ്കിൽ 54.9. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ്? സർവീസ് സെക്ടറിനാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഏത് വർഷം? 2011-2012. അടുത്തത് 2012-2013 ആകുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ എത്രയുണ്ട്? 17.5. ഏതിനേക്കാളും കുറഞ്ഞു? തൊട്ട് മുമ്പേ പറഞ്ഞ 17.9 എത്രയായിട്ട് മാറി? 17.5 ആയിട്ട് മാറി. സെക്കൻഡറി അല്ലെങ്കിൽ ഇൻഡസ്ട്രി സെക്ടർ എത്രയായിട്ട് മാറി? 26.2. അതിലും എന്തുണ്ടാടെ? കുറവുണ്ടായി. പക്ഷേ സർവീസ് സെക്ടർ എന്ത് ചെയ്തു? 54.9 എന്തായിട്ട് മാറി? 56.3 ആയിട്ട് മാറി 100-ൽ. ലാസ്റ്റ് പറയുന്നത് എത്ര? 2013-2014 ആണ്. അഗ്രികൾച്ചറൽ സെക്ടർ എന്ത് ചെയ്തു? ആ 17.5 എത്രയായിട്ട് മാറി? ആ തൊട്ട് മുന്നേ പറഞ്ഞ 2 വർഷങ്ങളെക്കാളും കൂടി എത്രയായിട്ട് മാറി? 18.2 ആയിട്ട് മാറി. കൂടാൻ കാര്യം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഏതൊക്കെ മേഖലയിൽ കുറവുണ്ടായെന്ന് എന്ത് ചെയ്യും കണക്കാക്കിയിട്ട് പുതിയ പദ്ധതികളൊക്കെ എന്ത് ചെയ്യും പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ആര് കൊണ്ടുവരും? സർക്കാർ, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. നീതി ആയോഗ് വഴിയൊക്കെ എന്ത് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ആ മേഖലയിൽ കൊണ്ടുവന്നപ്പോൾ അവർക്കെന്തുണ്ടായി? പെട്ടെന്ന് പുരോഗതി എത്രയായിട്ട് മാറി? 18.2 ആയിട്ട് മാറി. എത്ര? 2012-13 17.5% എന്നുണ്ടായിരുന്നത് എത്രയായിട്ട് മാറി?
2013-14 എത്രയാണ് മാറി? 18.2% മാറി. സെക്കൻഡ്, ഇൻഡസ്ട്രി സെക്ടർ എത്രയായിരുന്നു? 26.2 ആയിരുന്നു. എന്തുണ്ടായി? കുറവുണ്ടായി. എത്രയായിട്ട് മാറി? 24.8 ആയിട്ട് മാറി. അപ്പം അതെന്ത് ചെയ്തേ? ഇൻഡസ്ട്രിയിൽ നിന്ന് കുറഞ്ഞ് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. സർവീസ് സെക്ടർ എത്രയാണ് മാറി? കൂടി എത്രയായിട്ട് മാറി? 56.3 എത്രയായിട്ട് മാറി? 57 ആയിട്ട് മാറി. അപ്പം നമുക്ക് ഈ ടേബിളിൽ നിന്ന് പറയാൻ പറ്റും സർവീസ് സെക്ടർ എല്ലാ വർഷവും എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്? കൂടി പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ എന്തിനാ ടേബിൾ നോക്കി എന്ത് ചെയ്യണോടെ എഴുതിയെടുക്കണം. നോട്ട് ഞാൻ എന്ത് ചെയ്യും? ക്ലാസ് കഴിയുമ്പോൾ തരും. നോക്കാം. വാട്ട് അതർ ഇൻഫർമേഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ടേബിൾ? ആ ടേബിളിൽ നിന്ന് ലഭിക്കുന്ന ബാക്കിയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. The recent trends in the contribution of various sectors to the national income of India show an increase in the growth of the service sector. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യം. ആ ടേബിളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ 3 വർഷ കാലയളവിലും എല്ലാ മേഖലകളിലും വളർച്ച ഉണ്ടാക്കിയ ആരാണ്? സർവീസ് സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ സേവന മേഖലയാണെന്നുണ്ടായ ഒരുപാട് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ഉണ്ടായത്. The secondary and tertiary sectors have come to contribute more to the national income than the primary sector. ആരെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അലൈഡ് സെക്ടറായ പ്രൈമറി സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും മികച്ച നേട്ടം ആരുണ്ടാക്കി? നമ്മുടെ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടറിൽ നിന്നുണ്ടായി ഒരുപാട് മാറ്റം എന്ത് ചെയ്തേ? പുരോഗതി എന്ത് ചെയ്തു? ഉണ്ടായി. ടേബിളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അടുത്തത്, ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ എബോവ് ടേബിൾ how much growth has taken place in the tertiary sector when compared to the other two sectors. ബാക്കി രണ്ട് മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ സേവന മേഖലയ്ക്കുണ്ടായ പുരോഗതി എത്രയാണെന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടേബിളിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. അടുത്ത, ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്, വികസനത്തിൻ്റെ ഫലമായിട്ട് വികസനത്തിനോടൊപ്പം തന്നെ ദ റൈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹോസ്പിറ്റൽസ് അലോങ് വിത്ത് ദ advancement in banking, insurance and telecommunication have helped the growth of the tertiary sector. അപ്പോൾ എന്താണ് സർവീസ് മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ എഡ്യൂക്കേഷൻ, പുതിയ സർവീസ് മേഖലയ്ക്കകത്ത് വരുന്ന പുതിയ എന്താണ് സ്കൂളുകൾ സ്ഥാപിച്ചു, പുതിയ ബാങ്കുകൾ കൊണ്ടുവന്നു, പുതിയ സാങ്കേതികവിദ്യ IT പാർക്കുകളൊക്കെ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റിയുടെ? സേവന മേഖലകൾ ഒരുപാട് വളർച്ച ഉണ്ടായി. ഇപ്പോൾ കേരളത്തിന് IT പാർക്ക് നമ്മളെ ടെക്നോ പാർക്ക് കഴക്കൂട്ടത്ത് സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പുതിയ കമ്പനികളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ടെക്നോളജിക്കൽ സാങ്കേതിക മേഖല ഒരുപാട് വളർച്ച എന്ത് ചെയ്യും? ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഞാൻ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽസ്, ആശുപത്രികൾ. ഇപ്പം എന്താണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? മരിച്ചു പോകുമായിരുന്നു. എന്താണ് ചികിത്സാ സമ്പ്രദായം വളരെ എന്തായിരുന്നു കുറവായിരുന്നു. എന്താണ് ഇപ്പോൾ വസൂരി പോലുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് എന്ത് പറ്റും? ഈ അസുഖങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ആൾക്കാർ എന്ത് ചെയ്യും? മരിച്ചു പോകുന്നതിന് കാരണമായിട്ട് മാറും. അപ്പോൾ എന്തില്ല, ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ വളരെ എന്തായിരുന്നു? കുറവായിരുന്നു. അപ്പം പുതിയ മേഖലകൾ എന്താണ് സർവീസ് സെക്ടറിലോട്ട് ആഡായി വന്നപ്പോൾ എന്ത് പറ്റി? നല്ല ഹോസ്പിറ്റൽസ് വന്നു, ചികിത്സാ സൗകര്യങ്ങൾ കൂടിയപ്പോൾ എന്ത് ചെയ്യും? സർവീസ് സെക്ടർ എന്ത് ചെയ്യും? വീണ്ടും കൂടുതൽ ഡെവലപ്മെൻറ്റിന് കാരണമായിട്ട് മാറി. പിന്നെ അഡ്വാൻസ്മെൻറ്റ് ഇൻ ബാങ്കിങ് സെക്ടർ എന്നാണ്. ബാങ്കിങ് മേഖലകളിൽ പുതിയ ബാങ്കുകൾ വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ കുറഞ്ഞ ചിലവിൽ പലിശ എന്നാണ് കുറഞ്ഞ രീതിയിൽ എന്ത് കൊടുത്ത് ലോണുകളായി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർ കൂടുതൽ സേവന മേഖലകൾ തിരിയാൻ തുടങ്ങി. അപ്പോൾ ആ മേഖലയുടെ ഡെവലപ്മെൻറ്റിലോട്ട് തിരിഞ്ഞു. അടുത്ത, ടെലികമ്മ്യൂണിക്കേഷൻ ഹാവ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ടെർഷറി സെക്ടർ എന്നാണ്. വിവര സാങ്കേതിക വിദ്യയുടെ സാങ്കേതിക വിനിമയ വിദ്യകളുടെയൊക്കെ സഹായത്തോടുകൂടി ആ മേഖല ഒരുപാട് പുരോഗതിയിലേക്ക് മാറി. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും കമ്പയർ ചെയ്തപ്പോൾ ഏത് സെക്ടർ? നമ്മളെ സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടർ ഒരുപാട് വികസനത്തിന് കാരണമായിട്ട് മാറി. ലാസ്റ്റ് പോയിന്റ്, വിത്ത് എക്കണോമിക് ഗ്രോത്ത് പീപ്പിൾ ആർ മോർ വില്ലിംഗ് ടു പാർട്ടേക്ക് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം. എന്താണ് സാമ്പത്തിക പുരോഗതി എന്താണ് എല്ലാ മേഖലകളിലും ഉയർന്നതോടെ ആളുകൾ എന്താണ് ഏത് മേഖലകളിൽ? ട്രാൻസ്പോർട്ട്, ഗതാഗത മേഖലകളിലും ടൂറിസം, വിനോദസഞ്ചാര മേഖലകളിലും ഒരുപാട് എന്താണ് കടന്നു വരാനായിട്ട് തുടങ്ങി. ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ് എന്താണ്? നമ്മളെ അറിവധിഷ്ഠിത വ്യവസായങ്ങൾ എന്ത് പറ്റി? ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഹാസ് ഓൾസോ ഹെൽപ്ഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ടെർഷറി സെക്ടർ ആണ്. അപ്പം വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മേഖല, ഇപ്പോൾ പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുക, പുതിയ IT പാർക്കുകൾ കൊണ്ടുവരിക. അപ്പം അങ്ങനെയുള്ള മേഖലകൾ വരുന്നത് എന്തിന് കാരണമായി? ഗ്രോത്തിൻ എന്താണ് നോളജ് സെക്ടർ, നോളജ് ബേസ്ഡ് എന്താണ് അറിവധിഷ്ഠിത വ്യവസായങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് മാറി. ഇതാണ് ആ ടേബിളിൽ നമുക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട എന്ന് പറയുക കാര്യങ്ങളെന്ന് പറയുന്നത്. അത് നമ്മൾ പാഠഭാഗത്തിൻ്റെ അവസാന ചാപ്റ്ററിൽ അവസാന പോർഷനാണ് കിടക്കുന്നത്. പേരാണ് ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ. എന്താണ് നമ്മളെ വിവര സാങ്കേതിക മേഖലയുടെ വളർച്ചയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ നോളജ് ആൻഡ് ടെക്നോളജി
ടു അറ്റൈൻ എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ എന്താണ് ഈ വിവരസാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ അറിവിനെയും എന്താണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുന്ന സാമ്പത്തിക മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ നോളജ് അല്ലെങ്കിൽ ടെക്നോളജി, വിവരവും സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം ഇന്ന് പല മേഖലകളിലും എന്താണ് സാമ്പത്തിക ഭദ്രത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെക്നോ പാർക്ക് പോലുള്ള കമ്പനികൾ എന്താണ് ഒരുപാട് കമ്പനികൾ നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഒരുപാട് വളർച്ച എന്തിയൂടെ ഉണ്ടാവും. നെക്സ്റ്റിലെ പോയിന്റ് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ നോക്കണേ. The knowledge sector is a sector which efficiently uses knowledge and technology to attain economic growth എന്നാണ്. ഈ വിവര സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ടുഡേ മോഡേൺ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റീസ് ഹാവ് ഗ്രോൺ ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു നോളജ് എക്കോണമി. ഇന്നത്തെ കാലം എന്താണ്ട് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ എന്താണ് വിവരവിനിമയ സാങ്കേതിക വിദ്യകളെ വികസിച്ച് എന്തായിട്ട് മാറിയിരിക്കുകയാണ്. എന്താ ഗ്രോത്ത് എന്തിലുണ്ടായിരിക്കുകയാണ്, നോളജ് സെക്ടറിൽ ഒരുപാട് വളർച്ചയ്ക്ക് കാരണമായി മാറിയിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ഇന്നോവേഷൻ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തം, ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മുടെ എന്താണ് വിവര വിനിമയ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിവര വിനിമയ സാങ്കേതിക വിദ്യ. അടുത്ത ടെക്നോളജി ഫോം ദ ബേസിസ് ഓഫ് നോളജ് എക്കോണമി. അപ്പം ഈ എഡ്യൂക്കേഷൻ അപ്പം ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കണം, പഠിക്കാനായിട്ട് വിടുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ കുട്ടിക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്നു, ഉയർന്ന മേഖലകളിൽ പഠിക്കുന്നു. അപ്പോൾ ആ കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് ഏത് തൊഴിലധിഷ്ഠിത മേഖലയിൽ പഠിക്കാൻ പോകണോ അല്ലെങ്കിൽ ഏത് മേഖലയിൽ പഠിക്കണോ ആ കുട്ടിക്ക് അതിൻ്റെ എന്താ അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ടെക്നോളജി സാങ്കേതിക മേഖല സാങ്കേതിക മേഖലയിൽ പോകാം. അപ്പോൾ അതിന് ആ കുട്ടിക്ക് എന്ത് കിട്ടണം, വിദ്യാഭ്യാസം പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം കിട്ടണം. അപ്പം എഡ്യൂക്കേഷനിലൂടെയും ഇന്നോവേഷൻ പുതിയ നൂതന സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തത്തിലൂടെയും പിന്നെയോ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT എന്താണ് നൂതന വിവരവിനിമയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എന്ത് വളർന്നിരിക്കുകയാണ്, നോളജ് എക്കോണമി എന്നാണ് നമ്മുടെ വിവര എന്താണ് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. എക്കോണമി സാമ്പത്തിക മേഖല വളർച്ചയുടെ പാതയിലാണ്. അടുത്ത ഇൻ നോളജ് എക്കോണമി നമ്മുടെ എന്താണ്ട് അറിവ് അധിഷ്ഠിത സാമ്പത്തിക മേഖലയ്ക്കകത്ത് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ടേക്സ് പ്ലേസ്. വാട്ട് ഈസ് എഴുതിയുടെ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്ട് ബൗദ്ധിക മൂലധനം എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ബൗദ്ധിക മൂലധനം നോക്കാം. ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഈസ് ആൻ ഇൻവിസിബിൾ അസറ്റ്. വാട്ട് ഈസ് ഇൻവിസിബിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നേരിട്ട് കാണാൻ പറ്റില്ല, ഒളിഞ്ഞിരിക്കുന്ന ഒരു ആസ്തിയാണെന്ന് വിളിക്കുന്ന ഇന്റലക്ച്വൽ അസറ്റ്. എന്താണ് ഇന്റലക്ച്വൽ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ കളക്റ്റീവ് നോളജ് ഓഫ് ഓൾ ദ പീപ്പിൾ ഇൻ ആൻ എന്റർപ്രൈസ് ഓർ എ സൊസൈറ്റി. ഒരു സംരംഭത്തിലോ ഒരു സമൂഹത്തിലോ എന്താണ് ആൾക്കാരുടെ കൂട്ടായ അറിവിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ എന്നൂടെ പറയാണ്. ഒരു എന്താണ് സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു സംരംഭത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ സൊസൈറ്റിയിലോ കാണപ്പെടുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കൂട്ടായ അറിവിനെ വിളിക്കുന്ന പേരാണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. അറിവിനെ നമ്മൾ കണക്കാക്കാൻ പറ്റുമോ, അതിന് വാല്യൂ ഇടാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇൻവിസിബിൾ അസറ്റ് ആണ്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ, അപ്പം നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ഇൻവിസിബിൾ അസറ്റ്. ഒളിഞ്ഞിരിക്കുന്ന എന്താണ് ആസ്തിയാണെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ കളക്റ്റീവ് നോളജ് ഓഫ് ദ ഓൾ ദ പീപ്പിൾ ഇൻ ആൻ എന്റർപ്രൈസ് ഓർ എ സൊസൈറ്റി. ഒരു എന്താണ് സംരംഭത്തിലോ സൊസൈറ്റി സമൂഹത്തിലോ കാണപ്പെടുന്ന ആൾക്കാരുടെ എല്ലാത്തിനെയും കൂട്ടായ അറിവിനെ വിളിക്കുന്ന പേരാണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ. അണ്ടർലൈൻ ചെയ്യണേ. അടുത്ത ടുഡേ ആസ് എ പാർട്ട് ഓഫ് ദ ടെർഷറി സെക്ടർ സേവന മേഖലയുടെ എന്താണ് അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഗ്രോത്ത് ഓഫ് സർവീസസ് ബേസ്ഡ് ഓൺ നോളജ് ഈസ് ഹാപ്പനിങ് ഓൺ എ ലാർജ് സ്കെയിൽ. എന്താണ്ട് അറിവ് അധിഷ്ഠിത സേവനങ്ങളുടെ വളർച്ച ഇന്ന് നമ്മൾ വലിയ തോതിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ പീപ്പിൾ ഗീവിംഗ് എക്സ്പേർട്ട് അഡ്വൈസസ് ഓൺ ഷെയർസ് ആൻഡ് ടാക്സസ് സോഫ്റ്റ്വെയർ എക്സ്പേർട്സ് എക്സാം. എന്താണ് അഡ്വൈസ് കൊടുക്കുന്ന ഉപദേശം കൊടുക്കും. ഇപ്പം മുഖ്യമന്ത്രിക്കൊക്കെ ഒരുപാട് ഉപദേശകന്മാർ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കളുണ്ട്. എന്താണ്ട് ആ ഒരു മേഖലയിൽ മുഖ്യമന്ത്രിക്ക് സംശയം വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോൾ നിയമസഹായം അല്ലെങ്കിൽ നടത്താൻ സാമ്പത്തിക മേഖലയിൽ സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ആ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആൾക്കാരുണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരാനായിട്ട്. അപ്പം എല്ലാ മേഖലകളും ഏതൊക്കെയുണ്ട്, ഷെയർസ് എന്താണ് നമ്മളെ ഓഹരി മേഖല അല്ലെങ്കിൽ ടാക്സ് നികുതി മേഖല അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ മേഖലകളിലൊക്കെ എന്താണ്ട് ഒരുപാട് എന്താണ് എക്സ്പേർട്ടുകൾ അതിൽ കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേര് ഉണ്ട്. ഇപ്പോൾ LIC ഏജന്റുമാരെ കൊണ്ട് ഇപ്പോൾ അവരെങ്ങനെയും വന്ന് നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്ത് നമ്മളെ കൊണ്ട് എന്തെടുപ്പിക്കും, LIC എടുപ്പിക്കും. അതെന്താണ് ആ മേഖലയിൽ പ്രാവീണ്യം നേടിയ ആൾക്കാരാണ്. ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഏജന്റുമാരുണ്ടെന്നുണ്ട്, അവർ
ഇപ്പോൾ നല്ല ആരോഗ്യം, ഇപ്പം നമ്മളപ്പോൾ നമ്മളിപ്പം അസുഖം വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടെങ്കിൽ സ്റ്റാർ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ എന്ത് കിട്ടും, ബെനിഫിറ്റ് നമുക്ക് എന്ത് കിട്ടും. അപ്പം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രാവീണ്യം നേടിയ ആൾക്കാർ നമ്മളെ കൊണ്ട് സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ സേവനത്തിലോട്ട് നമ്മൾ എന്ത് പിടിച്ച് അടുപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. അടുത്തത് ടോപ്പ് ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നാണ്, ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകൾ. പിന്നെ റിസർച്ചേഴ്സ് എന്നാണ്, ഗവേഷകന്മാർ, സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ, എക്സ്പേർട്ട് പോളിസി മേക്കർ, പുതിയ നയ രൂപീകരണ വിദഗ്ധർ. എഴുതിക്കൊണ്ടേ, എക്സ്പേർട്ട് മേക്കർ എന്ന് പുതിയ നയ രൂപീകരണ വിദഗ്ധരെ വിളിക്കുന്ന പേരാണ് എക്സ്പേർട്ട് പോളിസി മേക്കേഴ്സ്. അടുത്ത എക്കണോമിക് എക്സ്പേർട്ട്, സാമ്പത്തിക വിദഗ്ധർ, സ്ട്രെങ്തൻ ടു ദി സെക്ടർ. ഇവരൊക്കെയാണ് എന്ത് നമ്മുടെ ഈ മേഖല എന്താക്കി മാറ്റുന്നത്, കരുത്ത് പകരുന്നതിന് കാരണമായിട്ട് മാറുന്നത്. Okay. The government also gives priority to the development of the knowledge sector. നമ്മുടെ സർക്കാരും എന്താണ് ഈ സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖലയ്ക്കാണ് കൂടുതൽ എന്ത് കൊടുക്കുന്നത്, മുൻഗണന ഇപ്പോഴത്തെ ബഡ്ജറ്റുകളിലും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഉദാഹരണം എന്താണ്, നമ്മുടെ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ലൈക്ക് ദ ഇൻഫോ പാർക്ക് ആൻഡ് ടെക്നോ പാർക്ക് ആർ എക്സാമ്പിൾ. നമ്മൾ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലുള്ള കമ്പനികളിൽ വെളിയിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റ് ഒരുപാട് സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് കമ്പനികൾ കേരളത്തിലോട്ട് വരും, നമ്മൾ ആര് വികസിക്കും, കേരളം വികസിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ഇമ്മേഴ്സ്ഡ് പ്രോഗ്രസ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ്. ആഗോളതലത്തിൽ പല കമ്പനികളും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന തരത്തിൽ ആര് വളർന്നിട്ടുണ്ട്, ഇന്ത്യ ടെക്നോളജികളിൽ സാങ്കേതിക മേഖലകളിൽ വിവര സാങ്കേതിക വിദ്യ കൊണ്ട് വളർന്നിട്ടുണ്ട്. As a result of this knowledge boom, India can enhance the welfare of the people through an increase in economic growth. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് വിജ്ഞാന വിസ്ഫോടനത്തിന്. അതെന്താണ് വിജ്ഞാന വിസ്ഫോടനം എന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ കാലയളവിൽ പെട്ടെന്നുണ്ടായ വളർച്ചയെ വിളിക്കുന്ന പേരാണ് നോളജ് ബൂം എന്നാണ്. വിജ്ഞാന വിസ്ഫോടനം എന്ന് മലയാളത്തിൽ നമ്മൾ എന്തിയോടെ വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ക്യാൻ എൻഹാൻസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ത്രൂ ദ ആൻ ഇൻക്രീസ് ഇൻ എക്കണോമിക് ഗ്രോത്ത്. അപ്പം ഇങ്ങനെ ഈ സാങ്കേതിക മേഖലയിൽ ഇന്ത്യ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഒരു വരുമാനം ആ മേഖലയിൽ നിന്ന് കിട്ടും. ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ആർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി, വെൽഫെയർ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യാം, ആ പൈസ ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യൂടെ പറ്റും. ലാസ്റ്റ് പാഠഭാഗത്തിൻ്റെ അവസാന പോയിന്റാണ് പറയാനായിട്ട് പോകുന്നത്. സം ഫേവറബിൾ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇന്ത്യ ഗ്രോ ഫർദർ ഇൻ സെക്ടർ എന്നാണ്. ഇനിയും ഈ രംഗത്ത് മാറുന്നതിന് ഇന്ത്യയെ സഹായിക്കുന്ന ഘടകങ്ങളെ പറ്റി പോയിന്റ് ടിക്കറ്റ് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമുള്ള ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവങ്ങൾ എന്ത് ചെയ്യൂടെ ഒരുപാടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മേഖലകളിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, വളർച്ചയ്ക്ക് ഇപ്പോൾ ഉണ്ടായ വളർച്ചയെക്കാളും കൂടുതൽ വളർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ട്. അടുത്ത വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നാണ്. ആഭ്യന്തര കമ്പോളത്തിൻ്റെ വിപുലത അല്ലെങ്കിൽ വിപുലമായ ആഭ്യന്തര കമ്പോളം. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ രാജ്യങ്ങളിൽ കൊടുക്കുന്നതിനേക്കാളും നമ്മളെ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാട് ഉപയോഗിക്കാനുള്ള ആഭ്യന്തര കമ്പോളം ഒരുപാട് ഉണ്ടായാൽ എന്ത് ചെയ്യും, ആ മേഖലകളിൽ ഒന്നും വളർച്ച ഉണ്ടാവും. സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ, ശക്തമായ സ്വകാര്യ മേഖല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് കൂടുതൽ വളർച്ചയോടെ എന്ത് ചെയ്യും ഉണ്ടാക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ് ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മേഖലകളിൽ കൂടുതൽ വളർച്ചയ്ക്ക് എന്താണ്ട് കാര്യമായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 4 പോയിന്റുകൾ, ഇഫ് all these possibilities are made use of, ഈ മുകളിൽ പറഞ്ഞ 4 പോയിന്റുകളും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യ ക്യാൻ ഡെവലപ്പ് നോളജ് എക്കോണമി ആൻഡ് ദെയർ ബൈ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. നമുക്ക് ഇന്ത്യക്ക് ഒരുപാട് പല മേഖലകളിൽ വീണ്ടും ഉയർച്ചയ്ക്ക് സാധ്യമാവുകയും ഇന്ത്യയുടെ സാമ്പത്തിക മേഖല കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ് ഒന്നുകൂടെ ഓടിച്ച് നോക്കണം. ആദ്യം പറഞ്ഞ GDP എന്താണെന്നും GNP എന്താണെന്നും NNP എന്താണെന്ന് നോക്കുക. ഇന്ന് പറഞ്ഞ വിവിധ മെത്തേഡുകൾ, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഡിഫിക്കൽട്ടീസ് ഫേസിംഗ് ബൈ ഇന്ത്യ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, ഇപ്പോഴെല്ലാം നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ എന്ത് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചോദിക്കണം. താങ്ക് യു.